ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ധാരാളം ഔഷധ ഗുണങ്ങളുള്ള ചെമ്പരത്തിപ്പൂവിനെ കൊണ്ട് നല്ലൊരു ജ്യൂസാണ് ഇന്ന് തയ്യാറാക്കുന്നത്. എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്, എന്നാലും അറിയാത്തവരെ ആരെങ്കിലുമൊക്കെ കാണുമല്ലോ, അവർക്കിത് ഉപകാരപ്പെടും. 5 ഇതളുള്ള ചെമ്പരത്തിപ്പൂവാണ് ഇതിന് ആവശ്യമായിട്ടുള്ളത്. ഞാനിപ്പോൾ 2 വലിയ ജ്യൂസ് ഗ്ലാസ്സിനാണ് ഈ ജ്യൂസ് തയ്യാറാക്കുന്നത്. 6 ചെമ്പരത്തിപ്പൂവാണ് എടുത്തിട്ടുള്ളത്. ചെമ്പരത്തിപ്പൂവിൻ്റെ ഇതൾ മാത്രമാണ് നമുക്കിതിനായി ആവശ്യമായിട്ടുള്ളത്. ഒരു പാത്രത്തിലേക്ക് ഇതുപോലെ ഒന്ന് പറിച്ചിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊന്ന് കഴുകിയെടുക്കണം. ഇനി ജ്യൂസ് തയ്യാറാക്കാനായി ഒരു പാത്രത്തിലേക്ക് 2 ഗ്ലാസ് അളവിലാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കഴുകി വെച്ചിട്ടുള്ള ചെമ്പരത്തിപ്പൂവ് ഇട്ട് കൊടുക്കാം. ഒരു സ്പൂൺ ഉപയോഗിച്ച് ഇതൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോഴേക്കും ഇതിൻ്റെ കളറൊക്കെ വെള്ളത്തിലേക്ക് ചേർന്നിട്ടുണ്ടാവും. കണ്ടില്ലേ? ഇതിന് കോരി മാറ്റി വയ്ക്കാം. അതിനുശേഷം സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇതിൻ്റെ ചൂടൊന്ന് ആറി വരണം. ഇപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ ആറി വന്നിട്ടുണ്ട്. ഇനി ഇത് ജ്യൂസ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിച്ച് കൊടുക്കാം. ഒരു ചെറുനാരങ്ങയുടെ പകുതിയാണ് ഈ ഒരു ഗ്ലാസ്സിലേക്ക് ഞാൻ ചേർക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ജ്യൂസിന് നല്ല കളർ വരാൻ തുടങ്ങി. നല്ല റെഡ് കളറായിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും. അതുപോലെ തന്നെ കാണാൻ നല്ലൊരു ഭംഗിയാണ് ഈ ജ്യൂസിനുള്ളത്. ഇനി ഈ ഗ്ലാസ്സിലേക്കും ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചെറുനാരങ്ങയുടെ കുരുവൊക്കെ കളഞ്ഞിട്ട് വേണം ഇതിലേക്ക് പിഴിഞ്ഞൊഴിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് തേനോ പഞ്ചസാരയോ ചേർത്ത് കഴിക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു ഗ്ലാസ്സിലേക്ക് തേനും ഒരു ഗ്ലാസ്സിലേക്ക് പഞ്ചസാരയും ചേർത്തിട്ടാണ് ഇത് തയ്യാറാക്കുന്നത്. 1 സ്പൂൺ അളവിലാണ് തേൻ ഇതിലേക്ക് ചേർത്തത്. ഇതിന് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി അടുത്ത ഗ്ലാസ്സിലേക്ക് 1 സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ചെമ്പരത്തി ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. തേൻ ചേർത്തിട്ടുള്ള ജ്യൂസിന് കുറച്ചുകൂടി ഡാർക്ക് കളറാണ് ഉള്ളത്. ഇനി നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.